ഹലോ ഗായ്സ്, അപ്പം നമുക്ക് ഇറ്റലി വ്ളോഗിൻ്റെ ഡേ 3യിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് 7 വണ്ടേഴ്സ് ഓഫ് വേൾഡിലെ ഒന്നായ കൊളോസിയം കാണാനാണ്. ഞങ്ങളത് ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുത്തായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ടിക്കറ്റ് വന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് 1:15. അപ്പം ഞങ്ങൾ രാവിലെ അവിടെ എത്തിയോണ്ട് കുറച്ച് സമയമുണ്ട്. അപ്പം നമുക്ക് കൊളോസിയം പിന്നെ കാണാം, അതിൻ്റെ കഥ പിന്നെ പറയാം. അപ്പം അതിനോട് അടുത്ത് തന്നെയാണ് പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകളായ റോമൻ ഫോറവും പാലന്റൈൻ ഹില്ലും ഒക്കെ. അപ്പം നമുക്ക് രാവിലെ പോയി അത് കണ്ടിട്ട് വന്ന് കൊളോസത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഓക്കെ, കം. അങ്ങനെ ഞങ്ങൾ കൊളോസത്തിൻ്റെ അവിടുത്തെ ഫ്രണ്ടിലൊക്കെ ഇന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങളുടെ ടിക്കറ്റ് കാണിച്ച് ഞങ്ങൾ റോമൻ ഫോറം പാലന്റൈൻ ഹില്ലിൻ്റെ അടുത്തോട്ട് നടന്നു. ഈ റോമൻ ഫോറവും എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തെ സെക്രട്ടേറിയറ്റിന് തുല്യമാണ്. പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ കേന്ദ്രമായിരുന്നു അത്. പൊളിറ്റിക്കൽ പരമായിട്ടുള്ളതും റിലീജിയസ് പരമായിട്ടുള്ളതും സോഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നടന്നിരുന്നത് അവിടെയായിരുന്നു. നമുക്കറിയാലോ, ലോകത്തെ 1.25 ഭാഗവും ഭരിച്ചിരുന്ന റോമ സാമ്രാജ്യമായിരുന്നു. അവരുടെ വലിയ വലിയ കെട്ടിടങ്ങളും അതുപോലെ അവരുടെ ഭരണസിരാ കേന്ദ്രം ആയിരുന്നു ഈ റോമൻ ഫോറം എന്ന് പറഞ്ഞ ഇവിടെ. അവർ ഭരിച്ചിരുന്ന ഈ ലോകത്തെ 1/4 ഭാഗവും ഭരിച്ചിരുന്ന അവരായിരുന്നു. അപ്പോൾ അവരുടെ സാമ്രാജ്യം എന്ത് വലുതാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നല്ലേ ഉള്ളൂ. അങ്ങനെ അവരുടെ ഈ സാമ്രാജ്യത്തിൻ്റെ ആ ആധിപത്യമൊക്കെ ഒരു കാലം കഴിഞ്ഞപ്പോൾ അത് മാറി. അങ്ങനെ ആ സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകളൊക്കെ മണ്ണിനടിയിൽ പോയി. ആ സാമ്രാജ്യം ശോഷിച്ചു പോയപ്പോൾ അങ്ങനെ ഒരു 1898 തൊട്ടാണ് പിന്നീട് അവർ അത് എക്സ്കവേറ്റ് ചെയ്ത് എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ കുറച്ച് എക്സ്കവേറ്റ് ചെയ്ത് മൊത്തമില്ല, കുറച്ച് ഭാഗങ്ങളായിട്ട് നമുക്ക് ആ പുരാതന റോമൻ സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും. അതായത് അന്നത്തെ കാലത്തുണ്ടായിരുന്ന കൊട്ടാരങ്ങളും ടെമ്പിൾസും അത് അങ്ങനെ ഫുള്ളായിട്ടല്ല, കുറച്ച് മോഡലും ഒക്കെ ആയിട്ട് കുറച്ച് അവർ എക്സ്കവേറ്റ് ചെയ്ത് എടുത്തത് മണ്ണിനടിയിൽ നിന്ന് കിട്ടിയത് അവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്താ അല്ലേ, അത് കാണുമ്പോൾ നമ്മളും ആ പുരാതന റോമ സാമ്രാജ്യത്തിലേക്ക് പോയതുപോലെ നമുക്ക് തോന്നും. അവിടെ ഇവിടെയൊക്കെ കുതിരകളുടെ കുളമ്പടികളും പിന്നെ രാജാക്കന്മാരുടെ അട്ടഹാസവും പിന്നെ ആ ഒരു ആളുകളുടെ കരച്ചിലും പിന്നെ വിളംബരങ്ങളുടെ ശബ്ദങ്ങളും യുദ്ധങ്ങളുടെ കരഘോഷങ്ങളും ഒക്കെ നമുക്ക് ഇങ്ങനെ മുഴങ്ങുന്ന പോലെ നമുക്ക് തോന്നും. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്നത്തെ റോമ സാമ്രാജ്യം എങ്ങനെയായിരുന്നു ഇവിടെ എന്ന് അവർ ജസ്റ്റ് ഒരു ഫിഗറിൽ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നോക്കി ഒരു പഴയ നൂറ്റാണ്ടിലേക്ക് പോയൊരവസ്ഥ വരും. അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ നടന്നു. കാണിച്ചിരിക്കുന്നതാണ് വിക്ടോറിയാനോ, അതായത് പിയാസ വെനീസിയ എന്ന് ഇറ്റലി ഭാഷയിൽ പറയും. അതായത് ഇറ്റലിയിലെ ആദ്യത്തെ രാജാവായ വിക്ടർ ഇമ്മാനുവലിൻ്റെ പേരിലുള്ള ഒരു സ്മാരക കുടീരമായിരുന്നു അത്. ആ കെട്ടിടത്തിനെ ചൊല്ലി നല്ല കോൺട്രവേഴ്സി നടന്നായിരുന്നു. കാരണം കുറേ എക്സ്കവേഷനെ 1911 അത് നിർമ്മിച്ചത്, കുറേ എക്സ്കവേഷനെ മാറ്റിയിട്ടാണ് അത് നിർമ്മിച്ചതെന്നും പേരിൽ. പിന്നെ ഞങ്ങളിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പുരാതന റോമ സാമ്രാജ്യത്തിൻ്റെ അവശേഷിപ്പുകളെല്ലാം കണ്ടിങ്ങനെ നടന്നു. ഈ കാലത്ത് നമുക്കിതൊക്കെ നേരിട്ട് കുറച്ചെങ്കിലും അനുഭവിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയാണ്. ഞങ്ങൾ ഏകദേശം 1 മണിയൊക്കെ ആയപ്പം കൊളോസിയത്തിൻ്റെ ഫ്രണ്ടിലെത്തി. നമ്മളൊരു 1:15 ആണെങ്കിൽ ഒരു 15 മുമ്പ് അവർ കയറ്റിവിടും. ഈ കൊളോസിയം എന്ന് പറഞ്ഞത് ഇന്നത്തെ 7 വണ്ടേഴ്സ് ഓഫ് വേൾഡിലെ ഒന്നാണ്. നമ്മുടെ താജ്മഹലും അതുപോലെ ചൈനയിലെ വൻമതിലും പോലൊക്കെ ഇന്ന് യൂറോപ്പിലുള്ള ഒരു 7 വണ്ടേഴ്സ് ഓഫ് വേൾഡിലെ ഒന്നാണ് ഈ കൊളോസിയം. ഈ കൊളോസിയം എന്ന് പറയുന്നത്
AD 72 അതുപോലെ 72 ADക്കും 80 ADക്കും ഇടയിൽ നിർമ്മിച്ച ഒരു ആംഫി തിയേറ്ററാണ്. അതായത് നമ്മുടെ ഇന്നത്തെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനേക്കാളും ഒക്കെ ബിഗ് ആയിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഹബ്ബായി നിർമ്മിച്ച ഒരു സ്റ്റേഡിയം പോലത്തെ അന്നത്തെ കാലത്ത് നിർമ്മിച്ചത്. പക്ഷേ നമ്മുടെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിനേക്കാളും അധികം ആൾക്കാരെ ഇവിടെ ഉൾക്കൊള്ളുമായിരുന്നു. 80,000 പീപ്പിളിനെ ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഉൾക്കൊള്ളുമായിരുന്നു. ഈ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് നടന്നത് എന്താണെന്നല്ലേ, അതായത് അന്ന് നമുക്കറിയാം TV, റേഡിയോ അതുപോലത്തുള്ള വിനോദങ്ങൾ ആയിട്ടുള്ള മാധ്യമങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം ഈ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വേണ്ടിയുള്ള എൻ്റർടൈൻമെൻറ്റ് ഹബ്ബായിരുന്നു ഇത്. അപ്പം ഈ ഒരു ആംഫി തിയേറ്റർ അല്ലെങ്കിൽ ഈ ഒരു അരീനയിൽ നടന്നിരുന്ന എന്താണെന്ന് വെച്ചാൽ മല്ലന്മാർ തമ്മിലുള്ള യുദ്ധങ്ങൾ, അതായത് മനുഷ്യനും തമ്മിലും മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ, അതായത് വൈൽഡ് ആനിമൽസ്, മനുഷ്യനും സിംഹവും മനുഷ്യനും പുലിയും തമ്മിലുള്ള മൽപ്പിടുത്തമായിരുന്നു നടന്നിരുന്നത്. ചില മത്സരങ്ങൾ 100 ദിവസം വരെ നീണ്ടു നിൽക്കും. ആ എതിരാളിയിൽ ഒരാൾ മരിക്കുന്നവരെ ഈ മത്സരം നീണ്ടു നിൽക്കും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മത്സരം അവസാനിക്കും. അപ്പം അങ്ങനെ ഈ മത്സരത്തിന് ഒരുങ്ങുന്ന ആളുകളെ പറഞ്ഞിരുന്നത് ഗ്ലാഡിയേറ്റർമാരെന്നായിരുന്നു. തീവ്രമായ പരിശീലനത്തിലൂടെ ഈ ഗ്ലാഡിയേറ്റർമാരെ ഈ ഒരു കാണിച്ചിരിക്കുന്ന ഈ കൊളോസിയത്തിൻ്റെ അടിയിലൊരു അറയുണ്ട്, അവിടെ കൊണ്ടുവന്നാക്കും. അതിനുശേഷം മത്സരം തുടങ്ങുമ്പോൾ അവിടുന്ന് ഇരുട്ട മുറിയിലായിരിക്കും അവരെ പൂട്ടിയിരിക്കുന്നത്, ഇങ്ങോട്ട് കൊണ്ടുവരും. ഈ കാണിച്ചിരിക്കുന്നതായിരുന്നു ഈ സ്റ്റേഡിയത്തിൻ്റെ കാണികൾ ഇരിക്കുന്ന ഭാഗം. അന്നത്തെ കസേര എന്ന് പറയുന്നത് ഇന്നത്തെ പോലെയല്ല, മാർബിൾ ഭാഗിയ കസേരയും മേൾഭാഗവുമായിരുന്നു. രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും വലിയ വലിയ ഉദ്യോഗസ്ഥരുമൊക്കെ റിസർവ് ചെയ്ത സീറ്റായിരുന്നു അവിടെ. അവരെ പേരെഴുതിയിട്ടുണ്ടായിരുന്നു ആ സീറ്റിൽ. അവിടെ വന്ന് ഇവരിയ്ക്കും. അങ്ങനെ 2 ഗ്ലാഡിയേറ്റർമാരെ 2 മനുഷ്യന്മാരോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ ഒരു മൃഗമോ തൻ്റെ ആ അരീനയുടെ നടുക്ക് വരും. എന്നിട്ട് മത്സരം ആരംഭിക്കും. അതിൽ ഒരാൾ മരിക്കുമ്പം മത്സരം തീരും. അവർ ചോര വീണ് പെടഞ്ഞ് അവർ മത്സരിക്കുമ്പോൾ ചുറ്റുമുള്ള രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവരുടെ കരഘോഷങ്ങൾ മുഴക്കും, ആർപ്പ് വിളികൾ തുടങ്ങും. അവിടെ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിലും എല്ലാം മനുഷ്യന്മാർ ജീവന് വേണ്ടി പെടയുകയായിരിക്കും. അങ്ങനെ ഇതിൻ്റെ അടിയിലാണ് ഈ അരീന കാണിച്ചിരിക്കുന്നത്. അങ്ങനെ അന്നത്തെ കാലത്ത് നടന്നിരുന്ന ശോകഭൂമി പോലെയാണ് അരീന കണ്ടപ്പോൾ തോന്നിയത്. പിന്നീട് ഈ സാമ്രാജ്യം, ഈ ഒരു കൊളോസിയം എന്ന് പറയുന്നത് ഒരു 6th സെഞ്ച്വറി ആയപ്പോഴത്തേക്കും അതിൻ്റെ നശിക്കാൻ തുടങ്ങി. രാജാക്കന്മാരുടെയൊക്കെ സാമ്രാജ്യം കഴിഞ്ഞപ്പോഴത്തേക്കും കൊളോസിയത്തിലൊന്നും അങ്ങനെ മത്സരങ്ങളൊന്നും നടക്കാതെ വന്നു. അങ്ങനെ അത് നശിക്കാൻ തുടങ്ങി. അതിൻ്റെ എർത്ത് ക്വേക്സ് വന്നു. പിന്നെ അതുപോലെ നമുക്കറിയാം 2 സെക്കൻഡ് വേൾഡ് വാറും നമ്മുടെ യൂറോപ്പിൽ നല്ലപോലെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിന് ശേഷമൊക്കെ അതിൻ്റെ സ്റ്റിൽ കുറച്ച് ഭാഗങ്ങളാണ് ഇന്നും നിൽക്കുന്നത്. ആ ഭാഗങ്ങൾ നമുക്ക് അവിടെ പോയി കാണുവാൻ പറ്റും. അങ്ങനെ ഇതൊരു 7 വണ്ടേഴ്സ് ഓഫ് വേൾഡിലെ ഒന്നായിട്ടും ഇതിനെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ആ യുദ്ധഭൂമി ഞങ്ങളിങ്ങനെ കണ്ട് നടന്നു. That I could cough out my emotions in a healthy manner and just become the right person that actually matters. And every day I drive my car to my little job, find some peace in the stations that I throw on. But I wish there was a song with your name. അടുത്ത ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് സാന്റാ മരിയ എന്ന് പറയുന്ന റോമിലെ തന്നെ ആദ്യത്തെ ചർച്ച് കാണാനായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ജെലാറ്റോ ഐസ്ക്രീം ഞങ്ങൾ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ്. നിങ്ങൾ ഇറ്റലി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ജെലാറ്റോ ഐസ്ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കണം. സൂപ്പറാണ്. അങ്ങനെ ആ സാന്റാ മറിയ ചർച്ച് കണ്ടതിന് ശേഷം
ഞങ്ങൾ അവിടെ ഭയങ്കര തിരക്കായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് കയറി കാണാൻ പറ്റിയില്ല, ജസ്റ്റ് ഒന്ന് കണ്ടതേ ഉള്ളൂ. അതിനുശേഷം ഞങ്ങൾ ജാനിക്കം ഹിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി. അവിടെ നമുക്ക് റോമിൻ്റെ 360 ഡിഗ്രി ഓഫ് വ്യൂ കാണാൻ പറ്റും, അതുപോലെ നല്ല സൺസെറ്റും. ജിയാനിക്കോളോ എന്നാണ് ഇറ്റാലിയൻ ഭാഷയിൽ പറയുന്നത്. നമുക്ക് ഒരു ബസ്സുണ്ട്, അവിടെ നമുക്ക് എത്താൻ പറ്റും. റോമിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ അവിടെ ചെന്നു സൺസെറ്റ് കണ്ടു, പിന്നെ അതുപോലെ റോമിൻ്റെ 360 ഡിഗ്രി വ്യൂ കണ്ടു. അതുപോലെ തന്നെ നമുക്ക് ദൂരെ നോക്കുകയാണെങ്കിൽ അവിടുന്ന് വത്തിക്കാൻ ഡോം കാണാൻ പറ്റും, ബിഗായിട്ട് കാണാൻ പറ്റും. അങ്ങനെ അതും കണ്ടിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവിടുന്ന് നീങ്ങി. ശേഷം ഞങ്ങൾ ഫൗണ്ടൻ ദ ട്രിവിയിൽ പോയി, കാരണം അവിടുത്തെ നൈറ്റ് വ്യൂ ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. അവിടെ നൈറ്റ് വ്യൂ അധികം ലൈറ്റായിട്ടൊന്നുമില്ല, ജസ്റ്റ് ലൈറ്റ്, പക്ഷേ രാത്രി നല്ല തിരക്കായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഫുഡ് കഴിച്ചു, റൂമിൽ പോയി. ഇന്ന് ഞങ്ങൾ റൂമിൽ ലാസ്റ്റ് ഡേ ആട്ടോ. നാളെ ഇവിടുന്ന് ബൈ ബൈ പറയുകയാണ്. ഓക്കെ ദെൻ ശരി, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.